Hello everyone, it's me Basit Kodapuram and welcome to my English class. If you want the tuition classes of 10th standard, just contact me in this number. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വ്ളാഡിസ്ലാവ് ഷ്പിൽമാൻ്റെ ഇൻ ദ ആറ്റിക് എന്ന അനുഭവമാണ്. ഇൻ ദ ആറ്റിക് വായിക്കുന്ന സമയത്ത് ഇന്ന് ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്യുന്ന ജൂതന്മാരുടെ പഴയ ഒരവസ്ഥ ഇതിൻ്റെ ആമുഖത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. എവ്രി ഹ്യൂമൻ ബീയിങ് ഡിസേർവ്സ് ടു ബി ഫ്രീ ആൻഡ് ടു ലിവ് വിത്ത് ഡിഗ്നിറ്റി. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായിരിക്കാനും അന്തസ്സോടെ ജീവിക്കാനും അർഹതയുണ്ട്. എല്ലാവർക്കും അർഹതയുണ്ട്. ദീസ് ആർ യൂണിവേഴ്സൽ ഹ്യൂമൻ റൈറ്റ്സ്. അതൊരു യൂണിവേഴ്സലായിട്ടുള്ള മാനുഷിക അവകാശമാണ്. ബട്ട് ഇൻ ദ വേൾഡ് വി ലിവ് ഇൻ, മില്യൺസ് ഓഫ് പീപ്പിൾ ആർ ഡിനൈഡ് ദീസ് ബേസിക് റൈറ്റ്സ്. എന്നാൽ നമ്മൾ ജീവിക്കുന്ന ലോകത്ത് മില്യൺസ് ഓഫ് പീപ്പിളിന് ഈ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. വ്ളാഡിസ്ലാവ് ഷ്പിൽമാൻ ഒരു പിയാനിസ്റ്റാണ്, കമ്പോസറാണ്, പോളിഷ് ജൂതനാണ്. ഹി വാസ് ഫോഴ്സ്ഡ് ടു ലിവ് ഇൻ ദ ഗെറ്റോ, എ ഡിസ്മൽ പ്ലേസ് മെൻറ്റ് ഫോർ ജ്യൂസ് അലോൺ. അദ്ദേഹം ജീവിച്ചിരുന്നത് ഒരു മോശം സ്ഥലത്തായിരുന്നു, ജൂതന്മാർ താമസിക്കാൻ വിധിക്കപ്പെട്ട ഒരു ഏരിയ ഡ്യൂറിങ് ദ സെക്കൻഡ് വേൾഡ് വാർ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത്. സോ അന്നത്തെ ജൂതന്മാരുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു. Most of the Jews were then sent to concentration camps where they were tortured. അധിക ജൂതന്മാരും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കപ്പെട്ടു. അവിടെ അവർ നന്നായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. ആൻഡ് ദെൻ ടു ഗ്യാസ് ചാമ്പേഴ്സ്, ഗ്യാസ് ചാമ്പറുകളിലേക്കും അയക്കപ്പെട്ടു പല ജൂതന്മാരും. വേർ ദ കിൽഡ് ഇൻ മാസ്, അവർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു അവിടെ വെച്ചുകൊണ്ട്. അപ്പോൾ ഇതായിരുന്നു അന്നത്തെ ജൂതന്മാരുടെ ഒരവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, അങ്ങനെയൊക്കെ അനുഭവങ്ങളുള്ള ജൂതന്മാരാണ് ഇന്ന് ഫലസ്തീനിലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യുന്നത് എന്നുള്ളത്. ഏതായാലും നമുക്ക് കഥ വായിക്കാം. ഇൻ ദ ആറ്റിക്. കട്ടിൽ എന്നാണ് അർത്ഥം ആറ്റിക്കിന്. I slumbered on the chair by the ladder door. ഞാൻ ലാഡർ വാതിലിനടുത്തുള്ള കസേരയിൽ ചാരി കിടന്നു. ഇറ്റ് വാസ് സം ടൈം ബിഫോർ ഐ സ്റ്റാമേഡ് വിത്ത് ഡിഫിക്കൽറ്റി. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ പ്രയാസത്തോടെ അവർ പറഞ്ഞു, ഡു വാട്ട് യു ലൈക്ക് ടു മീ, ഐ ആം നോട്ട് മൂവിങ് ഫ്രം ഹിയർ. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുള്ളത് എന്താ ചെയ്തോളെ, ഞാനിവിടുന്ന് മാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു ഓഫീസർ വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. ഐ ഹാവ് നോ ഇൻറ്റൻഷൻ ഓഫ് ഡൂയിങ് എനിത്തിങ് ടു യു, ദ ഓഫീസർ സെഡ്. നിന്നെ ഒന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ദെൻ ഹി ആസ്ക്ഡ് മീ, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്. പിന്നെ അയാൾ ചോദിക്കുകയാണ്, നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് ഉപജീവനത്തിന് വേണ്ടിയിട്ട്? ഐ എം എ പിയാനിസ്റ്റ്, ഒരു പിയാനിസ്റ്റ് ആണെന്ന് പറയുകയാണ്. ഹീ ലുക്ക്ഡ് അറ്റ് മീ മോർ ക്ലോസ്ലി ദെൻ ഹിസ് ഗ്ലാൻസ്. അദ്ദേഹം എന്നെ കൂടുതൽ സൂക്ഷ്മമായി നോക്കുകയാണ്. ദെൻ ഹിസ് ഗ്ലാൻസ് ഫെൽ ഓൺ ദ ഡോർ ഓൺ ദ അതർ റൂം. പിന്നെ അയാളുടെ നോട്ടം മറ്റൊരു റൂമിലോട്ട്, അവിടെ അടുത്തുള്ള റൂമിലോട്ട് പോവുകയാണ്. ആൻ ഐഡിയ സീംഡ് ടു ഹാവ് സ്ട്രക്ക് ഹിം. ഒരു ആശയം അയാൾക്ക് തോന്നിയതുപോലെ ഉണ്ടാവുകയാണ്. കം വിത്ത് മീ, വിൽ യു, എൻ്റെ കൂടെ വരുമോ എന്ന് ചോദിക്കുകയാണ്. വി വെൻറ്റ് ഇൻ ടു ദ നെക്സ്റ്റ് റൂം വേർ എ പിയാനോ സ്റ്റുഡ് ബൈ ദ വാൾ. ഞങ്ങൾ അടുത്ത മുറിയിലോട്ട് പോയി. അവിടെ ചുമരിനോട് ചേർന്ന് ഒരു പിയാനോ ഉണ്ടായിരുന്നു. ദ ഓഫീസർ പോയിൻറ്റഡ് ടു ദാറ്റ് ഇൻസ്ട്രുമെൻറ്റ്. ഓഫീസർ ആ ഉപകരണത്തിലോട്ട് വിരൽ ചൂണ്ടി. പ്ലേ സംതിങ്, എന്തെങ്കിലും കളിക്കൂ എന്ന് പറയുകയാണ്. ഐ ലുക്ക്ഡ് എൻക്വയറിംഗ്ലി അറ്റ് ഹിം ആൻഡ് ഡിഡ് നോട്ട് മൂവ്. ഞാൻ അവനെ നോക്കി, അനങ്ങിയില്ല. ഹി ഒബ്വിയസ്ലി സെൻസ്ഡ് മൈ ഫിയേഴ്സ് സിൻസ് ഹി ആഡഡ് റീഅഷറിംഗ്ലി. എൻ്റെ ഭയം അയാൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു.
It's all right, you can play. If anyone comes, you can hide in the ladder, and I will say it was me trying the instrument out. കുഴപ്പമില്ല, നിങ്ങൾക്ക് വായിക്കാം. ആരെങ്കിലും വന്നാൽ നിങ്ങൾക്ക് ലാഡറിൽ പോയി ഒളിക്കാലോ. ഞാൻ പറഞ്ഞോളാം ആ ഉപകരണം വായിച്ചിരുന്നത് ഞാനാണ് എന്ന്. When I placed my fingers on the keyboards, they shook. ഞാൻ ആ കീബോർഡിൽ വിരലുകൾ വെച്ചപ്പോൾ അവകൾ വിറക്കുകയാണ്. I hadn't practiced for 2.5 years. ഞാൻ 2.5 വർഷത്തോളമായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. My fingers were stiff and covered with a thick layer of dirt. എൻ്റെ വിരലുകൾ കട്ടിയുള്ളതും മണ്ണിൻ്റെ പാളി കൊണ്ട് മൂടപ്പെട്ടതുമായിരുന്നു. And I had not cut my nails for some weeks. ആഴ്ചകളായി ഞാൻ നഖങ്ങൾ മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. I played Chopin's Nocturne in C sharp minor. C sharp minorൽ ഞാൻ ചോപ്പിൻ്റെ Nocturne ആണ് കളിച്ചത്. When I finished, the silence seemed gloomy and eerie. ഞാൻ പൂർത്തിയാക്കിയപ്പോൾ നിശബ്ദത ഇരുണ്ടതും ഭയാനകവുമായി തോന്നി. I heard a shot down below outside the building, a harsh, loud German noise. കെട്ടിടത്തിന് പുറത്ത് താഴെ ഒരു പരുക്കൻ ഉച്ചത്തിലുള്ള ജർമ്മൻ ശബ്ദം കേട്ടു. ഹാഷ് എന്ന് പറഞ്ഞ ഒരു പരുക്കൻ ആയിട്ടുള്ള ശബ്ദം. The officer looked at me in silence. ആ ഓഫീസർ നിശബ്ദമായി എന്നെ നോക്കി. After a while he sighed and muttered. കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ നെടുവേർപ്പെട്ടു. All the same, you shouldn't stay here. I will take you out of the city to a village. You will be safer there. എന്തായാലും നീ എന്ത് ചെയ്യരുത്, ഇവിടെ നിൽക്കരുത്. ഞാൻ നിന്നെ നഗരത്തിന് പുറത്തേക്ക് ഒരു ഗ്രാമത്തിലോട്ട് കൊണ്ടുപോകാം. അവിടെ നീ കൂടുതൽ സുരക്ഷിതനായിരിക്കും എന്ന് പറയുകയാണ്. I shook my head. I can't leave this place. ഞാൻ തലയാട്ടി. എനിക്ക് ഈ സ്ഥലം വിട്ടു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു. I said firmly. ഞാൻ ഉറച്ചു പറഞ്ഞു. Only now did he seem to understand my real reason for hiding among the ruins. ഇപ്പോഴാണ് ഞാൻ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കാനുള്ള യഥാർത്ഥ കാരണം അദ്ദേഹത്തിന് മനസ്സിലായത്. You are Jewish, he asked. നീ ജൂതനാണോ? അദ്ദേഹം ചോദിച്ചു. Yes എന്ന് പറഞ്ഞു. Yes, well, he murmured, in that case I see you really can't leave. Where are you hiding? അത് ശരി. അയാളിങ്ങനെ പിറുപിറുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പോകാൻ കഴിയില്ല. ഓക്കെ, നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇൻ ദ ആറ്റിക്, തട്ടിൽ ആണെന്ന് പറയുകയാണ്. He inspected the attic and discovered something I had not yet noticed. അദ്ദേഹം ആ തട്ട് പരിശോധിച്ചപ്പോൾ ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒന്ന് കണ്ടെത്തി. A loft made of boards directly above the entrance to the attic. തട്ടിൻ്റെ പ്രവേശന കവാടത്തിന് തൊട്ട് മുകളിലായി പലകകൾ കൊണ്ട് നിർമ്മിച്ച ഒരു മുറി. ലോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മുറി, അങ്ങനത്തെ ഒരു തട്ടിൻ അതിൻ്റെ മുകളിലുള്ള മുറി, അതിനാണ് ലോഫ്റ്റ് എന്ന് പറയുന്നത്. The officer said he thought I should hide in this loft. അങ്ങനെ ഈ മുറിയിൽ ഒളിച്ചിരിക്കണമെന്ന് ഓഫീസർ എന്നോട് പറയുകയാണ്. He asked if he had anything to eat. എനിക്ക് തിന്നാൻ വല്ലതുണ്ടോ എന്നുള്ളതും അദ്ദേഹം ചോദിക്കുകയാണ്. No എന്ന് പറയുകയാണ്. Well, never mind, he added hastily. സാരമില്ല, അദ്ദേഹം തിടുക്കത്തിൽ പറയുകയാണ്. ഹാസ്റ്റിലി എന്ന് പറഞ്ഞാൽ തിടുക്കത്തിൽ. I'll bring you some food. ഞാൻ എനിക്ക് എന്ത് ചെയ്യാം, ഫുഡ് കൊണ്ടുവരാം എന്ന് പറയുന്നു. Only now did I venture a question of my own. Are you German? അപ്പോൾ മാത്രമാണ് ഞാൻ സ്വന്തമായിട്ടൊരു ചോദ്യം അദ്ദേഹത്തോട് ചോദിക്കുന്നു. നിങ്ങൾ ഒരു ജർമ്മൻകാരനാണോ എന്ന്. He almost shouted his answer in agitation as if my question had been an insult. മൂപ്പര് എൻ്റെ ക്വസ്റ്റ്യൻ ഒരു ഇൻസൾട്ട് ആയതുപോലെ ഒരു ഏറെക്കുറെ ഷൗട്ട് ചെയ്യുന്ന രൂപത്തിൽ നിരാശയോടുകൂടി മൂപ്പര് പറയുകയാണ്. യെസ്, ഐ ആം ആൻഡ് അഷൈംഡ് ഓഫ് ഇറ്റ് ആഫ്റ്റർ എവറിത്തിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ്. ശരിയാണ്, ഞാനൊരു ജർമ്മൻകാരനാണ്. ഒരു അപമാനിതനായ രൂപത്തിലാണ് അദ്ദേഹം പറയുന്നത്. അജിറ്റേഷൻ. ഓക്കെ, അതെ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാത്തിനും പക്ഷെ ഞാൻ ലജ്ജിക്കുന്നതിനും ആണ് എന്ന് പറയുകയാണ്. Abruptly he shook hands
വിത്ത് മീ ആൻഡ് ലെഫ്റ്റ്. പെട്ടെന്ന് അയാളെ കൈ കുലുക്കിയിട്ട് അദ്ദേഹം പോവുകയാണ്. അങ്ങനെ 3 days passed before he reappeared. 3 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. ഇറ്റ് വാസ് ഈവനിങ് ആൻഡ് പിച്ച് ഡാർക്ക് വെൻ ഐ ഹേർഡ് എ വിസ്പർ അണ്ടർ മൈ ലോഫ്റ്റ്. വൈകുന്നേരം കനത്ത ഇരുട്ടായപ്പോൾ എൻ്റെ തട്ടിൽ ഒരു വിസ്പർ മന്ത്രിക്കൽ കേൾക്കുകയാണ്. ഹലോ, ആർ യു ദേർ? നിങ്ങൾ അവിടെയുണ്ടോ? യെസ്, ഐ എം ഹിയർ, ഐ റിപ്ലൈഡ്. സൂൺ ആഫ്റ്റർവാർഡ്സ് സംതിങ് ഹെവി ലാൻഡഡ് ബിസൈഡ് മീ. അതെ, ഞാനിവിടെ ഉണ്ട് എന്നുള്ള മറുപടി കൊടുത്തപ്പോൾ പെട്ടെന്ന് തന്നെ ഭാരമുള്ള എന്തോ ഒന്ന് അരികിൽ വന്ന് വീഴുകയാണ്. Through the paper, I felt several lobes and something soft, which later turned out to be jam wrapped in grease-proof paper. പേപ്പറിലൂടെ എനിക്ക് നിരവധി അപ്പങ്ങളും സോഫ്റ്റ് ആയിട്ടുള്ള എന്തോന്ന് പോലെ തോന്നി. അത് പിന്നീട് ഗ്രീസ് പ്രൂഫ് പേപ്പറിൽ പൊതിഞ്ഞ ജാമാണെന്ന് മനസ്സിലാവുകയും ചെയ്തു. I quickly put the package to one side and called, wait a moment. ഞാൻ വേഗം പൊതി ഒരു വശത്തേക്ക് മാറ്റി വെച്ചിട്ട് പറഞ്ഞു, ഒന്ന് കാത്തു നിൽക്കൂ എന്ന് പറഞ്ഞു. The voice in the dark sounded impatient. What is it? ഇരുട്ടിൽ അക്ഷമയോടെ കേട്ട ശബ്ദം. എന്താണത്? Hurry up. The gods saw me come in here and I must not stay long. ഞാനിവിടെ വരുന്നത് ഗാർഡുകൾ കണ്ടിട്ടുണ്ട്. അപ്പം എനിക്കിവിടെ അധികം നിൽക്കാനൊന്നും കഴിയില്ല. Just hang on a few more weeks. The war will be over by spring at the latest. അധികം നേരം ഇവിടെ നിൽക്കരുത് എന്ന് പറഞ്ഞ് പിന്നെ കുറച്ചാഴ്ചകൾ കൂടി കാത്തിരിക്കും. വസന്തകാലമാകുമ്പോഴേക്കും യുദ്ധം അവസാനിക്കുമെന്ന് അദ്ദേഹം പ്രതീക്ഷ നൽകുകയാണ്. The voice fell silent. ശബ്ദം നിശബ്ദമായി. I did not know if the officer was still there or if he had gone. ഓഫീസർ എപ്പോഴും അവിടെയുണ്ടോ അതോ അദ്ദേഹം പോയിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. But suddenly he spoke again. You must hang on. Did you hear? പക്ഷെ അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ മൂപ്പര് വീണ്ടും പറയുകയാണ്, നീ ഒന്ന് നിൽക്കണം, കേൾക്കുന്നുണ്ടോ? അതായത് അവിടെ തന്നെ അടങ്ങിയിരിക്കണം എന്നുള്ള അർത്ഥത്തിന്. His voice sounded harsh, almost as if he were giving an order, convincing me of his unyielding belief that the war would end well for us. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു പരുഷമായിട്ട് ഹാർഷായിട്ട് തോന്നുകയാണ്. അതുപോലെ തന്നെ യുദ്ധം നമുക്ക് നന്നായി അവസാനിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ ഒരു അൺയീൽഡിങ് ബിലീഫ്, അചഞ്ചലമായിട്ടുള്ള അൺചേഞ്ചബിൾ ആയിട്ടുള്ള ഒരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരം ഒരു ഉത്തരവ് നൽകുന്നത് പോലെയായിരുന്നു എന്ന്. ഗിവിങ് ആൻ ഓർഡർ. ഓൺലി ദെൻ ഡിഡ് ഐ ഹിയർ ദ ക്വയറ്റ് സൗണ്ട് ഓഫ് ദ അറ്റിക് ഡോർ ക്ലോസിംഗ്. അപ്പോൾ മാത്രമാണ് തട്ടിൻ്റെ വാതിൽ അടക്കുന്ന ശാന്തമായ ശബ്ദം ഞാൻ കേട്ടത്. മൊണോട്ടണസ് ഹോപ്ലെസ് വീക്സ് പാസ്ഡ് ബൈ. വിരസവും പ്രതീക്ഷയില്ലാത്തതുമായ ആഴ്ചകൾ കടന്നുപോയി. ഐ ഹേർഡ് ലെസ് ആൻഡ് ലെസ് ആർട്ടിലറി ഫയർ. പീരങ്കി വെടിവെപ്പ് കുറഞ്ഞു വന്നു. There were days when not a single shot broke the silence. നിശബ്ദതയെ ഭഞ്ചിക്കാൻ ഒരു വെടിയുണ്ട പോലും ഉണ്ടായിരുന്നില്ല. Soldiers went up and down stairs, often bringing large packages up to the attic and fetching others down. പട്ടാളക്കാർ പടികൾ കയറിയും ഇറങ്ങിയും നടന്നു. പലപ്പോഴും യുദ്ധമാണല്ലോ, വലിയ പൊതികൾ തട്ടിലേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവയെ താഴെ ഇറക്കി എന്ന് പറയുകയാണ്. But my hiding place was well chosen. No one ever thought of searching the loft. പക്ഷെ എൻ്റെ ഒളിത്താവളം നന്നായി തിരഞ്ഞെടുത്തതായിരുന്നു. ആരും അവിടെ എന്നെ തിരയാൻ ചിന്തിച്ചില്ല. On 12 December, the officer came for the last time. അങ്ങനെ ഡിസംബർ 12 ആ ഓഫീസർ അവസാനമായി വരികയാണ്. He brought me a large supply of bread than before and a warm eiderdown. മുമ്പത്തേക്കാൾ കൂടുതൽ ബ്രെഡും ചൂടുള്ള ഈഡഡൗൺ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് തൂവൽ ഉള്ള കട്ടിയുള്ള ബെഡ് കവർ, അതാണ് പറയാം. He told me he was leaving Warsaw with his detachment and I must
on no account lose heart. തൻ്റെ സൈനിക കൂട്ടത്തോടൊപ്പം ഡിറ്റാച്ച്മെൻറ്റ് ആണ് സൈനിക കൂട്ടം. അവരോടൊപ്പം വാർസോ വിടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒരു കാരണവശാലും നിരാശപ്പെടരുത്. ലൂസ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ നിരാശപ്പെടുക, ഹൃദയം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നിരാശപ്പെടരുത് എന്നുള്ള സ്വാന്തനത്തിൻ്റെ വാക്കുകൾ അദ്ദേഹം നൽകുകയാണ്. ബട്ട് ഹൗ വിൽ ഐ സർവൈവ് ദ സ്ട്രീറ്റ് ഫൈറ്റിംഗ്, ഐ ആസ്ക്ഡ് ആൻഷ്യസ്ലി. പക്ഷേ തെരുവ് യുദ്ധത്തിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഞാൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഇഫ് യു ആൻഡ് ഐ ഹാവ് സർവൈവ്ഡ് ദിസ് ഇൻഫേർണോ ഫോർ ഓവർ 5 years, he replied, it's obviously God's will for us to live. നിങ്ങളും ഞാനും 5 വർഷത്തിലേറെയായി ഈ അഗ്നിബാധയെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഫേർണോ എന്ന് പറഞ്ഞാൽ അഗ്നിബാധ ഒരുതരം പ്രശ്നമാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് വ്യക്തമാണ് എന്ന് അദ്ദേഹം വളരെ പ്രതീക്ഷയുടെ വാക്കുകൾ നൽകുകയാണ്. We had already said goodbye and he was about to go. ഞങ്ങൾ വിട പറഞ്ഞു കഴിഞ്ഞിരുന്നു, അദ്ദേഹം പോകാൻ ഒരുങ്ങിയിരുന്നു. When an idea came to me at the last moment. അപ്പോഴാണ് എനിക്ക് അവസാന നിമിഷം ഒരു ആശയം തോന്നിയത്. I had long been racking my brains for some way of showing him my gratitude. അദ്ദേഹത്തോട് എൻ്റെ നന്ദി പ്രകടിപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഞാൻ വളരെ കാലമായി എൻ്റെ തലച്ചോർ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. Listen, I took his hand and began speaking urgently. Okay, so കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് സംസാരിക്കുകയാണ്. I never told you my name. You didn't ask me, but I want you to remember it. Who knows what may happen? ഞാൻ നിന്നോട് എൻ്റെ പേര് പറഞ്ഞിട്ടില്ല, നീ എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷേ നീ അത് ഓർത്തിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, ആർക്കും എന്തും സംഭവിച്ചേക്കാം. അപ്പോൾ നീ എൻ്റെ ഒരു പേര് ഓർത്തിരിക്കണമെന്ന് അദ്ദേഹം ആശിക്കുകയാണ്. You have a long way to go home. If I survive, I will certainly be working for Polish radio again. നിനക്ക് വീട്ടിലോട്ട് പോകാൻ ഒരുപാട് ദൂരം ബാക്കിയുണ്ട്. ഞാൻ അതിജീവിച്ചാൽ തീർച്ചയായും ഞാൻ വീണ്ടും പോളിഷ് റേഡിയോയിൽ ജോലി ചെയ്യും. I was there before the war. യുദ്ധത്തിന് മുമ്പ് ഞാൻ അവിടെയായിരുന്നു. If anything happens to you, നിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, if I can help you then in any way, എനിക്ക് നിന്നെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ, remember my name, Spillman, Polish radio. That's my name. He smiled his usual smile. അദ്ദേഹം തൻ്റെ പതിവ് ചിരി പുഞ്ചിരിക്കുകയാണ്. ഹാഫ് ഷൈ ആൻഡ് എംപാരസ്ഡ്, കുറച്ചൊക്കെ നാണത്തോടുകൂടി, ഒരു ചമ്മലോടുകൂടി. എംപാരസ്ഡ് എന്ന് പറഞ്ഞാൽ ചമ്മൽ എന്നൊക്കെയാണ് അർത്ഥം, നാണത്തോടുകൂടി. ബട്ട് ഐ ഫെൽറ്റ് ഐ ഹാഡ് ഗിവൻ ഹിം പ്ലഷർ വിത്ത് മൈ നെയ്വ് വിഷ് ടു ഹെൽപ്പ് ഹിം. പക്ഷേ അദ്ദേഹത്തെ സഹായിക്കാനുള്ള എൻ്റെ നിഷ്കളങ്കമായ ആഗ്രഹം, നെയ്വ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമായ ആഗ്രഹം, ഞാൻ അദ്ദേഹത്തിന് സന്തോഷം നൽകിയതായിട്ട് എനിക്ക് തോന്നി. The first hard frost came in the middle of December. ഡിസംബർ മധ്യത്തിലാണ് ആദ്യത്തെ കഠിനമായ തണുപ്പ് അനുഭവപ്പെട്ടത്. ക്രിസ്മസ് came and then the new year 1945. ക്രിസ്മസ് വന്നു, 1945 ന്യൂ ഇയർ വന്നു. The sixth Christmas and New Year celebrations of the war and the worst I had known. യുദ്ധത്തിൻ്റെ 6ാമത്തെ ക്രിസ്മസും, 6ാം വർഷം പോവുകയാണ് യുദ്ധത്തിന്. പുതുവത്സര ആഘോഷങ്ങളും എനിക്കറിയാവുന്നത് വെച്ച് ഏറ്റവും മോശം ആഘോഷവും.
I lay in the dark listening to the stormy wind. കൊടുങ്കാറ്റിൽ ശബ്ദം കേട്ടുകൊണ്ട് കൊടുങ്കാറ്റിൻ്റെ ശബ്ദം കേട്ടുകൊണ്ട് ഞാൻ ഇരുട്ടിൽ കിടക്കുകയാണ്. I heard the squeaking and rustling of rats and mice running back and forth in the attic. എലികളുടെ ഞരക്കവും മർമ്മര ശബ്ദവും. റാറ്റ്സ് ആൻഡ് മൈസ് എന്ന് പറഞ്ഞാൽ ഒരു മീനിങ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ വേറെ ഏതെങ്കിലും ജീവികളാണെന്ന് അറിയില്ല. ഏതായാലും അതിൻ്റെ ഞരക്കവും മർമ്മര ശബ്ദവും തട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. അങ്ങനെ വൃത്തിഹീനമായിട്ടുള്ളൊരു പ്ലേസ് ആണല്ലോ, അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇൻ മൈ മൈൻഡ് ഐ വെന്റ് ഓവർ എവറി ക്രിസ്മസ് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ വാർ. എൻ്റെ മനസ്സിൽ യുദ്ധത്തിന് മുമ്പും യുദ്ധസമയത്തും എല്ലാ ക്രിസ്മസിനും ഞാൻ അവിടെ പോകുമായിരുന്നു. അറ്റ് ഫസ്റ്റ് ഐ ഹാഡ് എ ഹോം, പാരൻസ്, 2 sisters ആൻഡ് എ ബ്രദർ. ആദ്യം എനിക്കൊരു വീടും മാതാപിതാക്കളും 2 സഹോദരിമാരും ഒരു സഹോദരനും ഉണ്ടായിരുന്നു. ദെൻ വി ഹാഡ് നോ ഹോം ഓഫ് അവർ ഓൺ എനിമോർ. പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വീടില്ലായിരുന്നു. ബട്ട് വി വർ ടുഗദർ, ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. ലേറ്റർ ഐ വാസ് അലോൺ. പിന്നീട് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ബട്ട് സറൗണ്ടഡ് ബൈ അതർ പീപ്പിൾ, മറ്റു പീപ്പിൾ ഉണ്ടായിരുന്നു. ആൻഡ് നൗ ഐ വാസ് ലോണിയർ. ഇപ്പം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഒറ്റപ്പെട്ടിരിക്കുന്നു വളരെയധികം. ഐ സപ്പോസ് ദാൻ എനിവൺ എൽസ് ഇൻ ദ വേൾഡ്. ലോകത്തുള്ള ആരേക്കാളും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, അന്നത്തെ കാലത്തെ ജൂതന്റെ ഒരു അവസ്ഥ പറയുകയാണ്. ഓക്കെ, ഐ ഹാഡ് ടു ബി അലോൺ, എൻറ്റയർലി അലോൺ ഇഫ് ഐ വാണ്ടഡ് ടു ലിവ്. ജീവിക്കണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കണം, പൂർണ്ണമായും ഒറ്റയ്ക്കായിരിക്കണം എന്ന് പറയുകയാണ്. ഓൺ 14 January, unusual noises in the building and the street outside woke me. ജനുവരി 14 കെട്ടിടത്തിലും പുറത്തെ തെരുവിലും അസാധാരണമായ ശബ്ദങ്ങൾ എന്നെ ഉണർത്തി. Soldiers ran up and down the stairs and I heard agitated, nervous voices. പട്ടാളക്കാർ പടികൾ കയറിയും ഇറങ്ങിയും ഓടി. അസ്വസ്ഥരും പരിഭ്രാന്തരുമായ ശബ്ദങ്ങൾ ഞാൻ കേട്ടു. Early in the morning of 15 January, the sound of artillery from the previously silent front was heard. ജനുവരി 15 അതിരാവിലെ മുമ്പ് നിശബ്ദമായിരുന്ന മുൻവശത്ത് നിന്ന് പീരങ്കികളുടെ ശബ്ദം കേട്ടു. ആർട്ടിലറി എന്ന് പറഞ്ഞാൽ പീരങ്കി. The ground and the walls of the building shook under the constant dull thunder. നിരന്തരമായി മങ്ങിയ ഇടിമുഴക്കത്തിൽ കെട്ടിടത്തിന്റെ നിലവും ചുമരുകളും കുലുങ്ങി. 3 hours later, the heavy artillery fire died down again, but I was as nervous as ever. 3 മണിക്കൂറിന് ശേഷം കനത്ത പീരങ്കി വെടിവെപ്പ് വീണ്ടും ശമിച്ചു. പക്ഷെ ഞാൻ എപ്പോഴും എന്ന പോലെ പരിഭ്രാന്തനായിരുന്നു. I did not sleep at all the night. ആ രാത്രി മുഴുക്കെ ഞാൻ ഉറങ്ങിയില്ല. The street fighting would begin at any moment and I could be killed. തെരുവ് പോരാട്ടം ഏത് നിമിഷവും ആരംഭിക്കും, ഞാൻ കൊല്ലപ്പെട്ടേക്കാം. The night passed peacefully. രാത്രി ശാന്തമായി കടന്നുപോയി. Around 1 o'clock I heard the remaining Germans leaving the building. 1 മണിയായപ്പോൾ ഞാൻ മറ്റു ജർമ്മൻസ് ബിൽഡിംഗ് വിടുന്നത് കേട്ടു. സൈലൻസ് ഫെൽ. നിശബ്ദത വീണു. I could not even hear the steps of the guards outside the building. കെട്ടിടത്തിന് പുറത്ത് കാവൽക്കാരുടെ കാലടി ശബ്ദം പോലും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്ന് വെച്ചാൽ എല്ലാവരും പോയിട്ടുണ്ടായിരിക്കണം. Not until the early hours of the next day was the silence broken by a loud and resonant noise, the last sound I had expected. പിറ്റേന്ന് പുലർച്ചെ വരെ നിശബ്ദതയെ ഭേദിച്ച് ഉച്ചത്തിലുള്ള പ്രതിധ്വനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടായില്ല. റീസൊനന്റ് എന്ന് പറഞ്ഞാൽ പ്രതിധ്വനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടായില്ല. അദ്ദേഹം ഒരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നു. റേഡിയോ സ്പീക്കേഴ്സ് സെറ്റപ്പ് സംവെയർ നിയർ ബൈ
were broadcasting announcements in Polish of the defeat of Germany and the liberation of Warsaw. സമീപത്ത് എവിടെയോ സ്ഥാപിച്ചിരുന്ന റേഡിയോ ലൗഡ് സ്പീക്കറുകൾ ജർമ്മനിയുടെ പരാജയത്തെയും വാർസോയുടെ വിമോചനത്തെയും കുറിച്ചുള്ള പ്രഖ്യാപനങ്ങൾ പോളിഷ് ഭാഷയിൽ പ്രക്ഷേപണം ചെയ്തു. സോ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രക്ഷേപണം ചെയ്യാം. ഓക്കെ, സോ ദ ജർമ്മൻ ഹാഡ് withdrawn without a fight. ഒരു പോരാട്ടവുമില്ലാതെ ജർമ്മൻകാർ പിൻവാങ്ങി എന്നുള്ള ഒരു വാർത്ത വന്നു. As soon as it began to get light, I prepared feverishly for my first venture out. വെളിച്ചം വീഴാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ആദ്യ യാത്രയ്ക്ക് ഞാൻ പരിഭ്രാന്തിയോടെ തയ്യാറെടുത്തു. ഫീവർഷ്ലി എന്ന് പറഞ്ഞാല് പരിഭ്രാന്തിയോട് കൂടിയിട്ട് ഞാൻ ഒരു തയ്യാറെടുപ്പ് നടക്കുകയാണ്. മൈ ഓഫീസർ ഹാഡ് ലെഫ്റ്റ് മീ ജർമ്മൻ മിലിറ്ററി ഓവർകോട്ട് ടു കീപ് മീ ഫ്രം ഫ്രീസിങ്. എൻ്റെ സുഹൃത്ത് എനിക്ക് ഒരു ഓവർകോട്ടൊക്കെ സമ്മാനിച്ചിരുന്നു തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ടാണ് മുമ്പ് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഐ ഹാഡ് ഓൾറെഡി പുട്ട് ഇറ്റ് ഓൺ വെൻ ഐ സഡൻലി ഹേർഡ് ദ റിതമിക് ഫുഡ് സ്റ്റെപ്സ് ഓഫ് ഗാർഡ്സ് ഔട്ട് ഇൻ ദ റോഡ് അഗെയിൻ. പെട്ടെന്ന് റോഡിൽ ഗാർഡുകളുടെ താളാത്മകമായിട്ടുള്ള കാലടി ശബ്ദം വീണ്ടും കേട്ടപ്പോൾ ഞാനത് ധരിച്ചിരുന്നു. അപ്പോൾ ഹാഡ് ദ സോവിയറ്റ് ആൻഡ് പോളിഷ് ട്രൂപ്സ് withdrawn then? അപ്പോൾ സോവിയറ്റ് പോളിഷ് സൈന്യങ്ങൾ പിൻവാങ്ങിയോ എന്ന് അദ്ദേഹം സംശയിക്കുകയാണ്. അങ്ങനെ ഐ സാങ്ക് ഓൺ മൈ മാട്രസ്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പായയിൽ കിടന്നു. അറ്റർലി ഡിജക്റ്റഡ്, നിരാശനായിട്ട്, തീർത്തും നിരാശനായിട്ട്. ആൻഡ് ലേ ദർ അണ്ടിൽ സംതിങ് ന്യൂ കെയിം ടു മൈ ഇയേഴ്സ്. അങ്ങനെ പുതിയതെന്തെങ്കിലും വരുന്നത് വരെ ഞാൻ അവിടെ കിടന്നു. ദ വോയിസസ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദങ്ങൾ. അറ്റ് ഓൾ കോസ്റ്റ് ഐ ഹാഡ് ടു ഗെറ്റ് ഇൻഫർമേഷൻ. എന്തായാലും എനിക്ക് വിവരങ്ങൾ ശേഖരിക്കേണ്ടി വന്നു. അറ്റ് ഓൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായാലും, അല്ലെങ്കിൽ എന്ത് വില കൊടുത്തും എന്നൊക്കെ പറയില്ലേ. ഐ റാൻ ഡൗൺ സ്റ്റേഴ്സ്. ഞാൻ താഴേക്ക് ഓടി. പുട്ട് മൈ ഹെഡ് ഔട്ട് ഓഫ് ദ ഫ്രണ്ട് ഡോർ ആൻഡ് ലുക്ക്ഡ് ഔട്ട്. മുൻവാതിലൂടെ തല പുറത്തേക്ക് നീട്ടി ഞാൻ പുറത്തേക്ക് നോക്കി. ഇറ്റ് വാസ് എ ഗ്രേ മിസ്ട്രി മോർണിംഗ് ആയിരുന്നു. ഗ്രേ ആയിട്ടുള്ള, മിസ്ട്രി ആയിട്ടുള്ള, ചാരനിറത്തിലുള്ള, മൂടൽ മഞ്ഞുള്ള, മിസ്ട്രി എന്ന് പറഞ്ഞാൽ മൂടൽ മഞ്ഞ്, ഗ്രേ ചാര. ടു മൈ ലെഫ്റ്റ്, നോട്ട് ഫാർ അവേ, സ്റ്റുഡ് എ വുമൺ സോൾജിയർ ഇൻ എ യൂണിഫോം ദാറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഐഡന്റിഫൈ അറ്റ് ദിസ് ഡിസ്റ്റൻസ്. എൻ്റെ ഇടതുവശത്ത് വളരെ അകലെയല്ലാതെ, അത്രയും അകലെയും ഇന്ന് തിരിച്ചറിയാൻ പ്രയാസമുള്ള ഒരു യൂണിഫോം ധരിച്ച ഒരു വനിത സോൾജിയർ അവിടെ ഉണ്ടായിരുന്നു. എ വുമൺ വിത്ത് എ ബണ്ടിൽ ഓൺ ഹെർ ബാക്ക് വാസ് അപ്രോച്ചിങ് ഫ്രം മൈ റൈറ്റ്. എൻ്റെ വലതുവശത്ത് നിന്ന് ഒരു കെട്ടുമായി ഒരു സ്ത്രീ അടുത്തേക്കും വരികയും ചെയ്യുന്നുണ്ട്. When she came closer, I ventured to speak her. അടുത്തെത്തിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവളോട് സംസാരിക്കാൻ തുനിഞ്ഞു. വെഞ്ചേഡ് എന്ന് പറഞ്ഞാൽ തുനിഞ്ഞു, ശ്രമിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ, ഐ കോൾഡ് ഇൻ എ മ്യൂട്ടഡ് വോയിസ്, ബീക്കണിങ് ഹർ വോയിസ്. ഞാൻ പതിഞ്ഞ സ്വരത്തിൽ അവളെ വിളിച്ചു. അവളെ മാടി വിളിക്കുക എന്നാണ് പറയാ. കോൾഡ്, പിന്നെ ബീക്കണിങ് ഹെർ എന്ന് പറഞ്ഞാൽ ഓവർ, മാടി വിളിക്കുക. ഷീ സ്റ്റെയർഡ് അറ്റ് മീ. അവൾ എന്നെ തുറിച്ചു നോക്കി. ഡ്രോപ്ഡ് ഹെർ ബണ്ടിൽ ആൻഡ് ടുക്ക് ടു ഹെർ ഹീൽസ് വിത്ത് എ ഷ്രീക്ക് ഓഫ് എ ജർമൻ. അവൾ എന്നെ തുറിച്ചു നോക്കി, അവളുടെ പൊതി താഴെയിട്ട് ജർമൻ എന്ന് അലറി വിളിച്ചുകൊണ്ട്, ഷ്രീക്ക് എന്ന് പറഞ്ഞ ഒരു അലറി വിളി, അതുകൊണ്ട് അവൾ എന്ത് ചെയ്യാണ്, ഇമ്മീഡിയറ്റ്ലി ദ ഗാർഡ് ടേൺഡ്, സോ മീ, എയിംഡ് ആൻഡ് ഫയർഡ് ഹെർ മെഷീൻ പിസ്റ്റൾ. അല്ലെ, അപ്പൊ അവള് അങ്ങനെ അലറി വിളിച്ച സമയത്ത് ആ ഗാർഡ്, അവിടെ ഉണ്ടായിരുന്ന വുമൺ സോൾജിയർ എന്നെ നോക്കി കണ്ട ഉടനെ പിന്നെ വെടിവെക്കുകയാണ്, പിസ്റ്റൾ ഉപയോഗിച്ചിട്ട് വെടിവെക്കുകയാണ്. ദ ബുള്ളറ്റ്സ് ഹിറ്റ് the wall and without thinking I rushed up the stairs and took refuge in the attic. ഞാൻ എന്ത് ചെയ്തു, വെടി വരികയാണല്ലോ, ഓടില്ലാതെ രക്ഷയില്ല, ഒന്നും ആലോചിക്കാതെ പടികൾ കയറി ആ അട്ടികയിൽ, അട്ടിക എന്ന് പറഞ്ഞാല് ആ തട്ടിൽ അഭയം പ്രാപിക്കുകയാണ്. Looking out of my little window a few minutes later, I saw the whole building was surrounded.
പിന്നെ ഇനി പറയണ്ടല്ലോ, ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഞാൻ പുറത്ത് നോക്കിയപ്പോൾ കെട്ടിടം മുഴുവൻ ആളുകൾ വളഞ്ഞിരിക്കുകയാണ്. I heard soldiers calling to each other, and then the sound of shots and exploding hand grenades. പരസ്പരം സൈനികൾ വിളിച്ചു പറയുകയും പിന്നീട് വെടിവെപ്പുകളുടെയും കൈകൊണ്ട് ഉപയോഗിക്കുന്ന ഗ്രനേഡുകളുടെയും പൊട്ടിത്തെറിക്കുന്നതുമായ ഒരു ശബ്ദം അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുകയാണ്. ദിസ് ടൈം മൈ സിറ്റുവേഷൻ വാസ് അപ്സെറ്റ്. ഇത്തവണ അദ്ദേഹത്തിന്റെ സാഹചര്യം വളരെയധികം അസംബന്ധമായിരുന്നു, അല്ലെങ്കിൽ മോശമായിരുന്നു. I was going to be shot by Polish soldiers in liberated Warsaw on the very verge of freedom. അല്ലെ, അദ്ദേഹം ജർമ്മൻ സൈന്യം പോയി പിന്നെ എല്ലാ സ്വാതന്ത്ര്യം കിട്ടി എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കഷ്ടകാലത്തിന് അദ്ദേഹം ആ ജർമ്മൻ ഓവർകോട്ട് ധരിച്ചായിരുന്നു പുറത്തിറങ്ങിയത്. അപ്പോ പോളിഷ് സോൾജിയേഴ്സ് പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ വക്കിൽ മോചിപ്പിക്കപ്പെട്ട വാഴ്സോവിൽ പോളിഷ് പട്ടാളക്കാർ എന്നെ വെടിവെക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് വരികയാണ്. Feverishly, I began to wonder how I could make them realize that I was Polish before they dispatched me to the next world as a German in hiding. അപ്പോൾ ഒളിവിൽ കഴിയുന്ന ഒരു ജർമ്മൻകാരനായി എന്നെ അടുത്ത ലോകത്തേക്ക് അയക്കുന്നതിന് മുമ്പ്, അതായത് എന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ പോളിഷ് ആണെന്ന് അവരെ എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്ന് അദ്ദേഹം ചിന്തിച്ച് തുടങ്ങിയാണ്. ഓക്കെ, I began coming downstairs shouting as loud as I could, "Don't shoot, I'm Polish." അല്ലെ, അദ്ദേഹം പുറത്തേക്ക് വന്നുകൊണ്ട് കഴിയാവുന്ന ഉറക്കത്തിൽ ഒച്ച വെച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, എന്നെ ഷൂട്ട് ചെയ്യരുത്, ഞാൻ പോളിഷുകാരനാണ് എന്നുള്ള രൂപത്തിൽ പറയുകയാണ്. Very soon I heard swift footsteps climbing the stairs. വളരെ പെട്ടെന്ന് തന്നെ പടികൾ കയറുമ്പോൾ വേഗത്തിലുള്ള കാലടി ശബ്ദം കേട്ടു. The figure of a young officer in Polish uniform with the eagle on his cap came into view. Polish uniform ധരിച്ച തൊപ്പിയിൽ കഴുകന്റെ ചിത്രം ധരിച്ച ഒരു യുവ ഓഫീസറുടെ രൂപം എന്റെ നേരെ പ്രത്യക്ഷപ്പെട്ടു. He pointed a pistol at me and shouted, "Hands up." പിസ്റ്റൾ പോയിന്റ് ചെയ്തുകൊണ്ട് ഹാൻഡ്സ് അപ്പ് പറഞ്ഞു. I repeated my cry of "Don't shoot, I'm Polish" എന്നിങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. The lieutenant എന്നാണ് എഴുതിയത്, വായിക്കുക lieutenant, went red with fury. അദ്ദേഹം പിന്നെ ലെഫ്റ്റനന്റ് കോപത്താൽ ചുവന്നു എന്നൊക്കെ പറയില്ലേ. Then why in God's name don't you come down? പിന്നെ ദൈവനാമത്തിൽ നീ എന്തിനാണ് താഴേക്ക് വരാത്തത്, അല്ലെ, ഒരു പറച്ചിലാണ്. He roared, അദ്ദേഹം അലറി. And what are you doing in the German court? ജർമ്മൻ കോർട്ടിൽ നീ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുകയാണ്. Only when the soldier had taken a closer look at me and reviewed the situation did they realize believe I was in German. പട്ടാളക്കാർ എന്നെ സൂക്ഷ്മമായി പരിശോധിക്കുകയും സാഹചര്യം അവലോകനം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോഴാണ് ഞാൻ ഒരു ജർമ്മൻകാരനല്ലെന്ന് അവർക്ക് ശരിക്കും ബോധ്യമായത്. Then they decided to take me to their headquarters. അവരെന്നെ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിലോട്ട് എടുക്കാൻ തീരുമാനിക്കുകയാണ്. So that I could wash and have a meal. So എനിക്ക് അവിടെ കുടിക്കാനും പിന്നെ ഭക്ഷണം കഴിക്കാനും ഒക്കെ കഴിയും. After 2 weeks, well cared for by the military, I walked through the streets of Warsaw without fear, a free man for the first time in almost 6 years. അങ്ങനെ 2 ആഴ്ചകൾക്ക് ശേഷം അവരെ എന്നെ നന്നായി പരിചരിച്ചു. ഞാൻ എന്ത് ചെയ്തു, സ്ട്രീറ്റിലൂടെ പേടിയില്ലാതെ, വാഴ്സോയുടെ സ്ട്രീറ്റിലൂടെ പേടിയില്ലാതെ നടക്കുകയാണ്. ഫ്രീ മാൻ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഓൾമോസ്റ്റ് 6 years. 6 വർഷത്തിന് ശേഷമാണ് അല്ലെ ഞാൻ ഇങ്ങനെ ഒരു സ്വതന്ത്ര മനുഷ്യനായി മാറുന്നത്. ഓക്കെ, ഐ ലുക്ഡ് ഓവർ ടു ദ നോർത്ത് ഓഫ് സിറ്റി where the ghetto had been, where 500,000 Jews had been murdered. There was nothing left of it. നഗരത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് ഞാൻ നോക്കി. 500,000 ജൂതന്മാർ കൊല്ലപ്പെട്ട ഗെറ്റോ ഉണ്ടായിരുന്നത് അതിലൊന്നും അവശേഷിച്ചിരുന്നില്ല. ഓക്കെ, സോ there was nothing left of it. ഒന്നും അവശേഷിച്ചിരുന്നില്ല. Tomorrow I must begin a new life. നാളെ ഞാൻ പുതിയ ജീവിതം തുടങ്ങണം. With nothing but the death behind me. ഓക്കെ, മരണമല്ലാതെ മറ്റൊന്നുമില്ല.
I went on my way. ഞാൻ എൻ്റെ വഴിക്ക് പോയി. So it's adapted from The Pianist ൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. Wilhelm Hasenfeld and the soldier who saved Vladislav Spillman has also saved many other individuals. മറ്റു ഒരുപാട് ആളുകളെയും അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. He was captured by the Red Army towards the end of the war. യുദ്ധാവസാന സമയത്ത് റെഡ് ആർമി അദ്ദേഹത്തെ പിടിച്ചു. He could not contact Spillman. എന്നെ കോണ്ടാക്ട് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. And died at in a Soviet prison 1952 അദ്ദേഹം മരണപ്പെടുന്നത്. So Vladislav Spillman, pronounced as Vladislav Spillman എന്നാണ്. Spillman എന്നും പറയാം, Spillman എന്നും പറയാം. Okay, whatever it is. He was a Polish pianist and a classical composer ആണ്. His memoir The Pianist was published in 1946. The book was adapted into a film by Roman Polanski in 2002. അതൊരു ഫിലിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. Spillman composed over 500 works including the piano pieces, songs and film scores ഒക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്.